സൂത്രന്റെ അമ്മേ, സൂത്രൻ എന്നൊരു കുട്ടിയെ മാന്തി. മാന്തിയോ സൂത്ര? മാന്തി. എന്തിനാ മാന്തിയത്? തമാശക്ക. അങ്ങനെ ആരെയും ഉപദ്രവിക്കരുത്. ഉപദ്രവിച്ചാൽ അവരോട് സോറി എന്ന് പറയണം. പോയാ കുട്ടിയോട് സോറി പറ. സൂത്രന്റെ അമ്മേ, സൂത്രന്റെ ഒരു കുട്ടിയെ കല്ലെറിഞ്ഞു. എറിഞ്ഞോ? എന്തിനാ എറിഞ്ഞത്? അത് തമാശക്ക. എന്നിട്ട് സോറി പറഞ്ഞോ? ഇല്ല. ഞാൻ പറഞ്ഞില്ലേ ഉപദ്രവിച്ചാൽ സോറി പറയണമെന്ന്. ഞങ്ങൾ കുറെ കാത്തിരുന്നു, പറ്റിയില്ല. അവൻ പിണങ്ങിപ്പോയതാവും. ഏയ്, അതൊന്നുമല്ല. അവൻ അവന്റെ അമ്മയോട് പരാതി പറയാൻ പോയതാവും. അതുമല്ല. പിന്നെ എങ്ങോട്ടാ അവൻ പോയത്? എങ്ങോട്ടും പോയില്ല. ഏർ കിട്ടിയപ്പോഴേ അവൻ ഉറക്കം തുടങ്ങി. ഉണർന്നിട്ട് പറയാൻ വേണ്ടി കാത്തിരുന്നതാ. ചതിച്ചു. അവന്റെ ബോധം പോയതാ. എന്താ ചേട്ടാ പാത്രത്തിൽ? വളം. വളമോ? അതെന്താ? ചീഞ്ഞ പഴങ്ങളും ഇലകളും ഒക്കെ ചേർത്ത് ഉണ്ടാക്കിയതാ. ചെടികളുടെ ചുവട്ടിൽ വളമിട്ടാൽ ചെടി പെട്ടെന്ന് വളരും. അയ്യോ, ഷോ, വളം മുഴുവൻ പോയി. നീ എന്തിനാ കരയുന്നത്? കാര്യം പറയടാ. വളം മരച്ചോട്ടിൽ വീണില്ലേ? അതിന്? മരം പെട്ടെന്നങ്ങ് വളർന്നാൽ ഞങ്ങളെങ്ങനെ താഴെ ഇറങ്ങും? കുന്നിന്റെ മുകളില് മഞ്ഞപ്പഴം 10 വേണം. ഒരു മരുന്നിനാ. നിങ്ങളും വാ സഹായിക്കാൻ. സൂക്ഷിച്ച് ഓടിക്കളിച്ച് വീഴരുത്. സൂത്ര, ഇങ്ങോട്ട് വാ, ഒപ്പം നടക്ക്. അച്ഛൻ പറഞ്ഞിട്ടില്ലേ നമ്മൾ കാറ്റ് പോലെ വല്ല വഴിക്കും പോകരുത്, പുഴ പോലെ കൃത്യമായ വഴിക്ക് ചിട്ടയോടെ പോകണമെന്ന്. അയ്യോ, ശേരുവിന്റെ അമ്മയ്ക്ക് 2 മഞ്ഞപ്പഴം വേണമെന്ന് പറഞ്ഞിരുന്നു, അത് മറന്നു. സൂത്ര, മുകളിൽ പോയി 2 മഞ്ഞപ്പഴം കൂടി കൊണ്ടുവാ. അയ്യോ, അത് പറ്റില്ല അമ്മേ. പുഴയാകുമ്പോ കുന്നിന്റെ താഴേക്കല്ലേ വരൂ, മുകളിലേക്ക് പോവില്ല. പാത്രങ്ങളെല്ലാം എവിടെ പോയി? കത്തിയും കാണുന്നില്ല. ആരാ എടുത്തതെന്ന് മനസ്സിലായി. സൂത്ര, അടുക്കളയിലെ പാത്രങ്ങൾ എടുത്താണോ കളി? കയ്യിലുള്ളതൊക്കെ അകത്ത് കൊണ്ടുവയ്ക്ക്. 2 പേരും പാത്രങ്ങൾ എടുത്തുള്ള കളി ഇനി വേണ്ട. എന്താ ഇവിടെ? കയ്യിലുള്ളത് അകത്ത് വെക്കാൻ പറഞ്ഞില്ലേ? എന്റെ കയ്യിൽ ഇതായിരുന്നു സൂത്രന്റെ അമ്മേ.